ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വെള്ളത്തിൽ ഉണ്ടായിട്ടുള്ള പിരമിഡ് പോലുള്ള ഈ മൺകൂന, അത് ആ നേവിയുടെ ഉദ്യോഗസ്ഥൻ തന്നെ പറയുന്നുണ്ട്, കമാൻഡർ അതുൽ തന്നെ പറയുന്നുണ്ട്, അതൊരു ചെളി രൂപത്തിലാണ് ഉള്ളത്. അതായത് ഈ പുഴയുടെ നിറം എന്താണോ അത് ചെളി കലർന്നിട്ടാണ്. അപ്പോൾ ആ ചെളിയുടെ ഒരു കൂനയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അത് ഈ സോയിൽ മാറ്റുന്ന നടപടി, അതായത് മണ്ണ് മാറ്റുന്ന നടപടി ഉപയോഗിച്ചുകൊണ്ട് മാറ്റുക എന്ന് പറയുന്നത് എത്രത്തോളം സാധ്യമാണ്? അതിന് എന്തൊക്കെ സാങ്കേതികമായ സംവിധാനമാണ് ഉണ്ടാവുക? എനിക്ക് അപ്പോ പുഴയുടെ നടുഭാഗത്തായിട്ട് കാണുന്ന ചെറിയ ചെറിയ തുരുത്തുകൾ നമ്മളൊന്ന് ചിന്തിക്കണം. അവിടെ അങ്ങനെ മണ്ണ് അത്രയേറെ ഒഴുക്കുള്ള പുഴയിൽ അങ്ങനെ ഒരു തുരുത്ത് രൂപപ്പെടണമെന്നുണ്ടെങ്കിൽ, മണ്ണ് അവിടെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ മണ്ണിനെ അവിടെ പിടിച്ചു നിർത്തുന്നത് മറ്റ് ഘടകങ്ങളാണ്. അത് ഒരു പക്ഷേ മലയിടിച്ചിൽ ഉണ്ടായ ഭാഗത്തു നിന്നും പുഴയിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്ത മണ്ണിന്റെ സമ്മർദ്ദ ഫലമായിട്ട് പുഴയുടെ മറുകരയിൽ ഉണ്ടായിരുന്ന വീടും അല്ലെങ്കിൽ മറ്റു നിർമ്മിതികളും എല്ലാം പുഴയിലേക്ക് ഒലിച്ചിറങ്ങിയിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അതവിടെ ഡിപ്പോസിറ്റ് ആയതാവാം. അല്ലെങ്കിൽ നമ്മൾ തിരയുന്ന ലോറിയോ അല്ലെങ്കിൽ അതുപോലുള്ള വസ്തുക്കൾ അവിടെ പോയി ഡിപ്പോസിറ്റ് ആവാം. ഒരു കാര്യം ഉറപ്പിക്കാം, ആ തുരുത്ത് അവിടെ രൂപപ്പെടണമെന്നുണ്ടെങ്കിൽ ആ പുഴയിൽ മറ്റ് തടസ്സങ്ങളൊന്നും ഇല്ലാത്ത പുഴയാണെങ്കിൽ, കൽക്കൂട്ടങ്ങളോ മറ്റു തടസ്സങ്ങളോ ഒന്നും ഇല്ലാത്ത ഒഴുകുന്ന പുഴയായിരുന്നു മുന്നേ എങ്കിൽ, അവിടെ അങ്ങനെ തുരുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ഒരു വ്യക്തമായ ഒബ്ജക്റ്റ് അവിടെ ഉണ്ട്. ആ ഒബ്ജക്റ്റിനെ ചുറ്റിപ്പറ്റിയാണ് ആ ചെളി അതവിടെ നിൽക്കുന്നത്. അത് ഒരു പക്ഷേ നമ്മൾ തിരയുന്ന ലോറി ആകാം. അപ്പം അതിലാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മളുടെ മലയിടിച്ചിലിന്റെ ആഘാതം എത്രയെന്ന് നമുക്ക് കണക്ക് കൂട്ടാൻ സാധിച്ചാൽ നമ്മളുടെ പ്രതീക്ഷിക്കുന്ന കരയിൽ നിന്നും ലോറി അത്രയേറെ ഈ തുരുത്തിന്റെ ഭാഗത്തേക്ക് എത്തപ്പെടാൻ സാധ്യതയുണ്ടോ? ഇനി അത് നമുക്കൊരു കാൽക്കുലേഷൻ നടത്താൻ കഴിയില്ലേ പോലും ആ മണ്ണ് നീക്കാനുള്ള ഒരു സംവിധാനത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. ഞാൻ ഇപ്പൊ ഈ പറയുന്ന സമയത്ത് എന്റെ മനസ്സിൽ ഇങ്ങനെ വന്നു, നമ്മുടെ കരയിൽ നിർത്തിയിട്ട് ഡ്രഡ്ജിങ് നടത്താവുന്ന ഉപകരണമുണ്ടോ? എനിക്ക് അതിനെക്കുറിച്ച് നേരിട്ട് അനുഭവമില്ല. അങ്ങനെ ഒരു കാരണം വെള്ളത്തിലൂടെ തന്നെ വന്ന് നിന്നിട്ട് ഡ്രഡ്ജിങ് ചെറിയ ബോട്ടുകൾ അങ്ങനെയുള്ള സംഭവങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളൂ. കരയിൽ നിർത്തിയിട്ട് സക്ക് ചെയ്യാവുന്ന, വലിയ സെക്ഷൻ ഉപയോഗിച്ച് സക്ക് ചെയ്തെടുക്കാവുന്ന ഈ നമ്മളുടെ വലിയ നിർമ്മാണ മേഖലയിലെ കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള ചെളിയൊക്കെ വലിച്ചു പുറത്തു കളയുന്ന ഉപകരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം പാടങ്ങളും വയലുകളും ഒക്കെ നിർമ്മാണങ്ങൾ നടക്കുമ്പോൾ അവിടെ നിന്നൊക്കെ വലിയ തോതിൽ ഹ്യൂജ് അളവില് ചെളിയും വെള്ളവും വലിച്ച് പുറത്ത് കളഞ്ഞ് അവിടെ ഡ്രൈ ആക്കുന്ന ഉപകരണങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് കരയിൽ ഉറപ്പിച്ചുകൊണ്ട് അതിന്റെ സക്ഷൻ പുഴയിലേക്ക് വിട്ടിട്ട് ഈ ചെളിയെ അവിടെ നിന്ന് നീക്കം ചെയ്യാൻ കഴിയുമോ? ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ വെള്ളത്തിൽ നിൽക്കാവുന്ന രീതിയിലുള്ള ബോട്ടുകളോ സംവിധാനങ്ങളോ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ആങ്കറിങ് നടത്തി, ആങ്കറിങ് എന്ന് ഉദ്ദേശിക്കുന്ന റോപ്പ് അല്ലെങ്കിൽ ഫാരമല്ല, അവിടെ കൃത്യമായിട്ടും പുഴയുടെ അടിത്തട്ടിലേക്ക് ആഴത്തിൽ ഇറക്കാവുന്ന വലിയ പൈപ്പുകളോ കാര്യങ്ങളോ ആങ്കറിങ് നടത്തിയിട്ട് അതിൽ നിന്നുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ആ ചെളിയെ കൂടുതൽ നീക്കം ചെയ്യാനുള്ള ഒരു ശ്രമം നടത്താൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ വലിയ ശ്രമകരമായ ജോലി തന്നെയാണ്. കാരണം അത്ര ഈസിയുള്ള ജോബാണ്. കാരണം ഓരോ ദിവസം ചെല്ലുന്തോറും നമ്മുടെ രക്ഷാപ്രവർത്തനം വലിയ റിസ്കിലേക്ക് മാറുന്നുണ്ട്. കാരണം ഇന്നലെ വരെ നമ്മൾ കരയില് ആ ലോറി ഉണ്ട്, അവിടെ നമുക്ക് മണ്ണ് മാറ്റിയാൽ കിട്ടും, നമ്മൾക്ക് നിൽക്കാൻ കൃത്യമായ ഗ്രൗണ്ട് ഉണ്ട്, അവിടെ നിന്നാണ് നമ്മൾ രക്ഷാപ്രവർത്തനം നടത്തിയതെങ്കിൽ നമ്മൾ ഇന്നു മുതൽ രക്ഷാപ്രവർത്തനം നടത്തിയത് വെള്ളത്തിൽ നിന്നാണ്. സാധാരണ വെള്ളത്തില് അത്രമേൽ പരിചയസമ്പന്നരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ നേവി പോലുള്ള ഉദ്യോഗസ്ഥര് വ്യക്തമായ അതിൽ മുൻപരിചയം ഇല്ലാത്തവർക്ക് വെള്ളത്തിലെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാവാൻ കഴിയത്തില്ല. അവരുടെ അനുഭവ സമ്പത്തും അതിൽ വളരെ വലുതാണെന്ന് ഞാൻ ഈ അവസരത്തിൽ വിശ്വസിക്കുകയാണ്. അപ്പം അതോടെ അതിനുള്ള ഉപകരണങ്ങൾ എന്തെന്ന് ചിന്തിക്കുകയും ഒന്നുകൂടി വളരെ നല്ലൊരു ഏകോപനം, കുറച്ചുകൂടി വിദഗ്ധര് എന്ന് കരുതുന്ന അല്ലെങ്കിൽ വിദഗ്ധരെന്ന് ഉറപ്പുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു ഏകോപനം അവിടെ നടത്തിയിട്ട് ഈ പറയുന്ന പുഴയിലുള്ള പ്രദീപ് ടി ആർ, ദയവായി ഞങ്ങൾക്കൊപ്പം അല്പസമയം കൂടി തുടരുക.